ഇന്ന് മെയ് 26 ഈ ആഴ്ച വരുന്ന OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ഡാൻസ് പാർട്ടി എന്ന മ്യൂസിക്കൽ കോമഡി ഡാൻസ് എന്റർടൈൻമെന്റ് മലയാളം ചിത്രം വരുന്ന വെള്ളിയാഴ്ച മെയ് 30 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസാകും. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ജെറി എന്നൊരു സസ്പെൻസ് കോമഡി മലയാളം ചിത്രവും മെയ് 30 വരുന്ന വെള്ളിയാഴ്ച സിംപ്ലി സൗത്തിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. അടുത്തത്, മോഹൻലാൽ നായകനാകുന്ന 230 കോടി കളക്ഷൻ കടന്ന് മികച്ച അഭിപ്രായം നേടി ഓടിക്കൊണ്ടിരിക്കുന്ന മലയാളം ചിത്രമാണ് തുടരും. സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മെയ് 30 അല്ലെങ്കിൽ ജൂൺ ആദ്യ പകുതിക്കുള്ളിലോ ആയിട്ട് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ട് ഉണ്ടായ കാര്യം മുമ്പൊരു വീഡിയോ ഭാഗത്ത് കൂടെ അറിയിച്ചിട്ടുള്ളതാണ്. റിപ്പോർട്ട് പോലെ തന്നെ സിനിമ ഈ വരുന്ന വെള്ളിയാഴ്ച മെയ് 30 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളത്തിലും പാനിന്ത്യൻ ഭാഷകളിലും OTT റിലീസാകും. ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ടിട്ടുണ്ട്. സൂര്യ നായകനാകുന്ന മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടിയ ആക്ഷൻ റൊമാന്റിക് ത്രില്ലർ തമിഴ് ചിത്രമാണ് റെട്രോ. സിനിമ നേരത്തെ തീരുമാനിക്കപ്പെട്ടതുപോലെ മെയ് 31 മലയാളം ഭാഷയിലടക്കം പാൻ ഇന്ത്യൻ ഭാഷകളിൽ വരുന്ന ശനിയാഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസാകും. ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഹിറ്റ് 3 എന്ന മോശമല്ലാത്ത അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയിച്ച ആക്ഷൻ ക്രൈം മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തെലുങ്ക് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ വരുന്ന വ്യാഴാഴ്ച മെയ് 29 മലയാളത്തിലടക്കം പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. ദർശൻ, പ്രിയാമണിയൊക്കെ ചേർന്ന് അഭിനയിച്ച 2014 റിലീസ് ചെയ്ത കന്നഡ ആക്ഷൻ മാസ് മസാല ചിത്രമാണ് അംബരീഷ. സിനിമക്ക് കോതമംഗലം എന്ന പേരിട്ട് കൊണ്ട് മലയാളത്തിൽ ഡബ് ചെയ്ത് കൈരളി TV യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ആയിട്ടുണ്ട്. ദ ബെറ്റർ സിസ്റ്റർ എന്ന പുതിയ അമേരിക്കൻ മിസ്റ്ററി ത്രില്ലർ സീരീസ് മെയ് 29 ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസാകും. റോഷൻ മാത്യു അഭിനയിക്കുന്ന ക്രൈം ത്രില്ലർ ഹിന്ദി സീരീസാണ് കൻകാജുര. സീരീസ് മെയ് 30 സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളം പോലെ മറ്റ് ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കൂടെ അൺഒഫീഷ്യൽ റിപ്പോർട്ടുണ്ട്. ക്രിമിനൽ ജസ്റ്റിസ് എ ഫാമിലി മാറ്റർ എന്ന ഹിന്ദി ക്രൈം ഡ്രാമ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മെയ് 29 OTT റിലീസാകും. ഈ സീരീസും ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളം പോലെ കൂടുതൽ ഭാഷകളിൽ OTT റിലീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാനിൽ 39 എന്നൊരു തമിഴ് സീരീസ് മെയ് 30 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. നേരത്തെ വിദേശത്ത് OTT റിലീസ് ചെയ്ത ഹോളിവുഡ് ആക്ഷൻ സൂപ്പർ ഹീറോ ചിത്രമാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. മിക്സഡ് അഭിപ്രായങ്ങൾ നേടി വിജയിച്ച ഈ സിനിമ മെയ് 28 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസാകും. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് എന്ന അമേരിക്കൻ കോമഡി ഡ്രാമ സീരീസിന്റെ പുതിയ 3ാമത്തെ സീസൺ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മെയ് 30 തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഡെപ്റ്റ് ക്യൂ എന്നൊരു പുതിയ ക്രൈം ത്രില്ലർ ഇംഗ്ലീഷ് സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് 29 തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. പുതിയ ആക്ഷൻ കോമഡി റൊമാന്റിക് ത്രില്ലർ കൊറിയൻ സീരീസാണ് ഗുഡ് ബോയ്. ഈ സീരീസ് ആഴ്ചകളിൽ ഓരോ എപ്പിസോഡ് വീതം മെയ് 31 മുതൽ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തു തുടങ്ങും. കന്നഡ ക്രൈം ഡ്രാമ ചിത്രമാണ് അജ്ഞാതവാസി. സിനിമ മെയ് 28 ZEE5ലൂടെ കന്നഡ ഭാഷയിൽ OTT റിലീസാകും. അടുത്തത്, വിജയ് സേതുപതി നായകനാകുന്ന കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലേക്ക് എത്തിയ ആവറേജ് അഭിപ്രായം നേടിയ എയ്സ് എന്ന ആക്ഷൻ കോമഡി റൊമാന്റിക് തമിഴ് ചിത്രം ജൂൺ മാസം 2ാം പകുതിയിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യും. ജൂൺ 20 സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. തമിഴ് ഭാഷയ്ക്ക് പുറമെ കൂടുതൽ ഭാഷകളിൽ ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവസാനത്തെ അപ്ഡേറ്റ്, 72 കോടി കളക്ഷൻ പിന്നിട്ട വലിയ വിജയമായ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത നസ്ലൻ ഗഫൂർ നായകനാകുന്ന മലയാളം ബോക്സിംഗ് ചിത്രമാണ് ആലപ്പുഴ ജിംഖാന. മികച്ച അഭിപ്രായം നേടിയ ഈ സിനിമയുടെ OTT അവകാശം അവസാനമായിട്ട് സോണി ലിവ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സിനിമ ജൂൺ 5 പാനിന്ത്യൻ ഭാഷകളിൽ സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യുന്ന കാര്യം ഉറപ്പാക്കിയിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് സംബന്ധമായ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം സോണി ലിവിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. ഒഫീഷ്യൽ OTT പ്രഖ്യാപനത്തോടു കൂടി മാത്രമേ സോണി ലിവ് സിനിമ OTT റിലീസ് ചെയ്യുകയുള്ളൂ. വരും ദിവസങ്ങളിലായിട്ട് തന്നെ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം പുറത്തുവരും എന്നാണ് വിവരം.